ഹലോ, വെൽക്കം മൈ ചാനൽ. ഇപ്പം ഞങ്ങൾ പാലക്കാട് കൊല്ലങ്കോട് സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുവരെ അങ്ങനെ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടില്ലേ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത്. ഇപ്പോൾ നമ്മൾ പാലക്കാടിൻ്റെ എത്രനേക്കണം മുപ്പാട് ചുരല്ലേ, അതുകൂടെയാണ് പോണത്. അപ്പോൾ നമ്മൾ പാലക്കാട് നമ്മൾ കോയമ്പത്തൂരൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും പാലക്കാട് പോയിട്ടില്ല. ചുരത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതല്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം, അങ്ങനെ എന്തോ ഒരു ഇതിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് വൈകുന്നേരമായിരിക്കും എന്ന് തോന്നുന്നു. ഒന്നും കൂടി ഒരു നല്ലൊരു എഫക്റ്റൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊല്ലങ്കോട് പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് പോണത്. നമ്മളിങ്ങനെ ഉൾഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ വിൻസേട്ടനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്നും പോയിട്ടില്ല. അപ്പോൾ വിൻസേട്ടൻ പറയണത് നല്ല സ്ഥലമാണ്, നമുക്കൊന്ന് പോവാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ പിള്ളേരും ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോണത്. അങ്ങനെ ഇപ്പം ഞങ്ങൾ കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് പട്ടിഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പറന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തിരുന്ന് എൻ്റെ ചെറിയ മോൻ അപ്പുറത്തിരുന്ന് ഹായ് പറയുന്നുണ്ട്, പക്ഷെ അവനെ കാണാൻ പറ്റണില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ പാലക്കാട് എത്താറായി എന്ന് മനസ്സിലാക്കണ്ട. ഈ പാടും ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താ പറയുക, ഊഷ്മളത, പച്ചപ്പും ഊഷ്മളതയും. പാലക്കാട് എത്താറായി. ഇത്രയും നല്ലൊരു സ്ഥലമല്ല പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ, നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പാലക്കാട് നമ്മൾ കോയമ്പത്തൂരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പാലക്കാട് വഴിയേ പോകാൻ തോന്നുന്നു. പക്ഷേ ഇനി ഉൾഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉൾഗ്രാമങ്ങളിൽ ചെന്ന് കാണാനാണ് കൂടുതൽ രസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ അങ്ങോട്ട് പോണത്. അപ്പോൾ ഇതൊക്കെ എടുക്കണം എന്നുണ്ട്, പക്ഷെ വണ്ടി നല്ല സ്പീഡിലാണ് പോകണം. അതാണ് നമുക്ക് അത്രയ്ക്ക് ഇതിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. പക്ഷെ പാലക്കാടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു പുതുമയില്ലായിരിക്കും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എന്തിട്ടോ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകതയല്ലേ, നല്ലൊരു സ്ഥലം വേണം. ഞാൻ ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി ഞാൻ അവരോടൊന്ന് ഇത്തിരി സ്ലോ ആക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് പിടിക്കുന്നത്. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി. നമ്മുടെ മനസ്സിലൊക്കെ നല്ലൊരു സന്തോഷം അങ്ങനെയൊക്കെ കാണുമ്പോൾ. ഇത് മാവിൻ തോട്ടമാണ് കേട്ടോ. അവരിത് കൃഷിയാണ്, മാവിൻ്റെ കൃഷിയാണ്. അതവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഉണ്ട്, ഇത്രയധികം കുറേ മാവിൻ്റെ ഇതുണ്ട്. പിന്നെ പൂവ്, ഇത് പക്ഷേ കൃഷിയൊന്നുമല്ല, അതങ്ങനെ അവർ വെറുതെ ടോക്കണതാന്ന് തോന്നുന്നുണ്ട്. നമ്മൾക്ക് വല്ല ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് വെറുതെ ഒന്നും കറങ്ങാൻ, അതാരായാലും ഒന്നും ഇങ്ങനെ ചിന്തിക്കില്ലേ, അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഒരു അമ്പലമാണ്, ചിങ്ങഞ്ചിറ എന്ന് പറയുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞിട്ട് നമ്മളിങ്ങനെയുണ്ട്. അപ്പോൾ വിൻസേട്ടൻ അതിൽ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതും. ചേട്ടാ അവിടെ പണിയെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുള്ള കേട്ടോ, ടൂറിസ്റ്റുകാരൊക്കെ വന്നിട്ട് ഈ സ്ഥലം കണ്ടുപോകുന്നുണ്ട്. കറുപ്പസ്വാമി എന്ന് പറഞ്ഞിട്ടാണ് ദൈവമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണോ അങ്ങനെയൊക്കെ പോകണോണ്ട് ഒരു കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളതൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും വന്ന് ഇതൊക്കെ ഫോട്ടോ എടുക്കണോണ്ടോ വല്ല കുഴപ്പമോ വീഡിയോസ് എടുക്കണോണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ല കുഴപ്പമുണ്ടാവുന്ന ഒക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ പലരും വന്ന് വീഡിയോസും ഇതൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളവിടെ നിന്ന് വരണോട് കൂടിയിട്ട് കുറച്ച് പേര് ഇതുപോലെ അങ്ങനെ എന്തോരം ആൾക്കാരാണ് വന്ന് പോകണമെന്ന് പറയും, ടൂറിസ്റ്റുകൾ വന്നിട്ട്. അപ്പോൾ അതിലിപ്പോൾ അങ്ങനെ ജാതി മതം ഒന്നും ഇവിടെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ നേർച്ചയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീടിന് വേണ്ടിയിട്ട് നേർച്ച, പിന്നെ എന്താണ് തൊട്ടിൽ കിട്ടിയ കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർക്ക് കുഞ്ഞുങ്ങളുണ്ടാവണ അതിനുള്ളത്, പിന്നെ എന്താണ് വളമൊക്കെ ഇങ്ങനെ കെട്ടി ഞാത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു വല്യമ്മേനെ കണ്ടപ്പോൾ ഞാൻ വല്യമ്മോട് ചോദിച്ചു, വള എന്തിനാണെന്ന ആൾക്കാർ എനിക്ക് മനസ്സിലായില്ല. വീടിൻ്റെയും ഈ തൊട്ടിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ചോദിച്ചപ്പോൾ പറയുകയാണ് കല്യാണം കഴിയാത്ത ആൾക്കാർ വന്നിട്ട് നേർച്ച ചെയ്യണതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇടുന്നതാണോ അതിന് മുന്നാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ അതിനുള്ള നേർച്ചയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കണ്ട പല മോഡൽ വീടുകളുണ്ട്. ടെറസ്, എനിക്ക് തോന്നുന്നു അവരുടെ വീടിൻ്റെ മോഡലാണാവോ ഈ ടെറസ് പെര ഒക്കെ അതുപോലെ. അപ്പോൾ ഇതൊന്ന് നേർച്ച അത് ഫലിച്ചിട്ടാവും ചിലപ്പോൾ അവർ ഇങ്ങനെ കൊണ്ടുവന്ന് നേർച്ച ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാൻ തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വല്യമ്മ കേട്ടോ.
ഈ വല്യമ്മ നമുക്ക് നല്ല ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. നേർച്ചയുടെ കാര്യം, പിന്നെ അവിടെ കോഴീനെ അങ്ങനെ അറക്കുന്നുണ്ട്, എന്നിട്ട് അതൊരു നേർച്ച പോലെയാണ്. അപ്പം നമുക്ക് ആർക്ക് ഈ വല്യമ്മ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പൊക്കോളോട്ടെ മോളെ. അപ്പോൾ എന്നോട് ചോദിച്ചു ആദ്യമായിട്ടാണോ? അപ്പം ഞാൻ ആന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്താണ് ആഗ്രഹം, എന്താ വേണ്ടത് എന്നൊക്കെ ആൾ ചോദിച്ചു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്തിന് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു വീട്, സ്വന്തമായിട്ടൊരു വീടാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടാണ്, അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കർത്താവേ മാതാവേ എന്നാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ദൈവങ്ങളെ നമ്മൾ നിന്ദിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനത് നോക്കി ഇങ്ങനെ നിന്നു എന്ന് വെച്ചാൽ ഇത് അമ്പലം എന്ന് പറയണത് വലിയൊരു ആലാണ്, കണ്ട വലിയൊരു ആല്, അതിൻ്റെ അടിയിലാണ് ഇങ്ങനെ ഒരു ദൈവത്തിനെ. അപ്പോൾ കറുപ്പസ്വാമി എന്ന് പറയണത് ഒരു ശിവനെയാണ് കേട്ടോ, ശിവനാണ് കറുപ്പസ്വാമി. അപ്പോൾ ഇത്രയൊക്കെയുള്ള സ്ഥലത്തിലാണ് പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യണത്. അപ്പോൾ നല്ല ശക്തിയുള്ളൊരു ദൈവമാണ് അത് കാരണം കൊണ്ട് എവിടെ നിന്നൊക്കെയോ ആൾക്കാരോട് വന്നിട്ടാണ് ഇങ്ങനെ ഓരോ നേർച്ചയും കാര്യങ്ങളും ഒക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ നേർച്ചയുടെ കാര്യം പറഞ്ഞില്ലേ, ആ കോഴിയുടെ ഇതാണ് ഇപ്പോൾ അരപ്പാണ് ഇവിടെ ആ ചേട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള പേസ്റ്റാണ് ഇപ്പോൾ അവർ അരച്ച് എടുക്കണം. ഈ അമ്മീമ തന്നെയാണ്, വലിയ അമ്മയാണ്. ആ അമ്മീമ ചേട്ടൻ അരയ്ക്കണം. അപ്പോൾ ഞാൻ അവരോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്, അവരനുസരിച്ച് മൂളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും. അങ്ങനെ അപ്പോൾ നല്ലൊരു ആരായാലും ഇങ്ങോട്ട് പോവാത്ത വല്ലവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക. എന്ന് വെച്ചാൽ വേറൊന്നല്ല, ഇതിവിടെ ഒരു കൂളിങ്ങും ഒരു തണലും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ ചൂടേ ഇല്ല ഈ വശത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് ചൂടാണ്. പക്ഷേ ഈ ഒരു കോട്ട, ഈ അമ്പലത്തിൻ്റെ ഈ ആലൊക്കെ നിൽക്കണ ഈ ഒരു സ്ഥലം എന്ന് പറയണത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവനിവിടെ ആ സ്ഥാനത്തുമ്പോൾ കിടഞ്ഞുണ്ടാണ് ആലിൻ്റെ. പക്ഷേ മറ്റാൾക്ക് എത്തണമില്ല. അപ്പോൾ ആൾക്ക് പിടിക്കണമെന്നുണ്ട്, പക്ഷേ അവനത് എത്തൂല. പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾ വീഴുകയും ചെയ്യും. കണ്ട അവിടെ നോക്കി നിൽക്കുകയാണ് മറ്റവൻ ചെയ്യണാനിട്ട്. അപ്പോൾ അതായത് വിൻസേട്ടൻ വരുന്നുണ്ട്. വിൻസേട്ടൻ വന്നിട്ട് ഇതാണ് എൻ്റെ വിൻസേട്ടൻ വന്നിട്ട് അവനെ പൊന്തിച്ച് വെച്ചിട്ട് ആട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആൾക്ക് പറ്റണില്ല, ആൾക്ക് കൈ വേദന എടുക്കുന്നുണ്ട്. അതാണ് കുഴപ്പം. അവനിപ്പം തന്നെ ചാടി കണ്ട കൈ കുടയണണ്ട, നല്ല വേദന എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞേട്ടാ. അവരെ കണ്ട ഈ പിങ്ക് കളറിൽ നിൽക്കുന്ന ആ ചേട്ടൻ, ആ ഷർട്ട് ഇടണം, അവിടെയാണ് കോഴീനെ അവർ അറക്കണേട്ടാ. അവിടെ നിന്ന് അറുത്തിട്ട് ഇതൊക്കെ വെക്കാൻ നിൽക്കുന്ന ടീമുകളാണ്. ഇവർക്ക് ഇങ്ങനെ അരിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഒരു വഴി പോകുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഈ സൈഡ് തന്നെ ഇതാണ്. അതിന് മുകളിലൊരു പാറയാണ് കേട്ടോ. കണ്ട ഈ പാറ ഈ സൈഡിൽ കൂടെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇവിടെ നിന്ന് അങ്ങോട്ട് പൊരിഞ്ഞ വെയിലിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ അമ്പലത്തിൻ്റെ ആ കോട്ട അവിടെ മാത്രം ഭയങ്കര കൂളിങ് എന്ന് പറഞ്ഞാൽ ആ ആലിൻ്റെ ഒരു തണലും അതിൻ്റെ ഒരു കൂളിങ്ങും അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ലേ, അങ്ങനത്തെ ഒരിത്. അപ്പം ഞങ്ങൾ ഈ പാറയുടെ അവിടേക്ക് അത്രയും നേരം ആ തണലിൻ്റെ അവിടെ നിന്ന കാരണം കൊണ്ടായിരിക്കും അങ്ങോട്ട് കയറി വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വെയിലും ചൂടും. എൻ്റെ പൊന്നോ പറ്റണില്ല. അപ്പോൾ ആ പിള്ളേരെ അവിടെ താറാവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇവിടെ 2 വീടുണ്ട്. എനിക്ക് തോന്നുന്നത് അവരുടെ അവിടുത്തെ വല്ല ആൾക്കാരുടെ വീടായിരിക്കാം. എന്താ വെച്ചാൽ അമ്പലത്തിൻ്റെ ഈ സൈഡ് കൂടിയാണല്ലോ. അപ്പോൾ ഈ അവിടുത്തെ വല്ലവരാണോ എന്ന് എനിക്കറിയില്ല. അവിടെ 2 വീട് ഇങ്ങനെ മുകളിൽ, ആ പാറയുടെ മുകളിലായിട്ട് 2 വീടുണ്ട്. അവരുടെ താമസം ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഈ താറാവിനെ കാണാനാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. കണ്ട ഇത് ഭയങ്കര വെയിലാണ് കേട്ടോ, അവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ ഒന്നല്ല, ക്യാമറയിൽ കാണുമ്പോൾ വലിയ വെയിൽ പോലെ തോന്നണമെന്നില്ല. പക്ഷെ നല്ല വെയിലാണ്, നിൽക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് അവിടെ നമുക്ക് പൂവാടാ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളിതന്നെ പോയി കണ്ട. സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അത്രയും നേരം നല്ല സുഖമായിട്ട് കൂളിങ്ങിൽ നിന്നിട്ട് പിന്നെ അങ്ങോട്ട് കയറിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടാണ്, വയ്യാണ്ടായി എന്ന് പറയാം. അതിനുശേഷം ഞങ്ങളതാ ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ അവിടുത്തെ കുഞ്ഞിയ ഒരു ഓലപ്പുര പോലത്തെ ഒരു സ്ഥലം, അങ്ങനത്തെ അവിടെ ഉള്ളേരിയയിൽ അങ്ങനെ കഴിക്കണം എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. ചെറിയൊരു കടയിലേക്ക് നല്ല ഫുഡ് കിട്ടും എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിച്ച പോലെ അത്ര വലിയ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ
അപ്പോൾ വിൻസേട്ട ഇടയിൽ എന്നോട് ചോദിക്കേണ്ടത് എന്നിട്ട് വേണ്ട ചോറ വേണ്ട എന്നിട്ട് വേണ്ട എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയണുണ്ട് ചോറ് മതി എന്താ വെച്ചാൽ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് പരമാവധി നമ്മൾ സാധാ ചോറ് കഴിക്കണം തന്നെയാണ് നമ്മുടെ വയറിന് നല്ലത്. പിന്നെ ഈ വണ്ടിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവനെ വീഡിയോ എടുക്കേണ്ടതെന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ തിരിഞ്ഞിരിക്കണതാണ് കേട്ടോ. അതിനുശേഷം വാഴയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയണമെന്നുണ്ട് അവിയൽ വന്നു പുളിശ്ശേരി വന്നു എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഇല്ല. ഇതാ ബീൻസാണ്, ബീൻസും പിന്നെ ഇതെന്താ കിഴങ്ങ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് കൂട്ടുകറി പോലെ. പക്ഷെ നമ്മുടെ അവിടുത്തെ കൂട്ടുകറി തൃശ്ശൂരിൽ ഇങ്ങനെ വെക്കണ കൂട്ടിൻ്റെതല്ല, വേറെ എന്തോ ഒരു ഇതാണ്. കുഴപ്പമില്ല ഫുഡ്, പക്ഷെ നമ്മൾ വലിയതില്ല, കുഴപ്പമില്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ വിശന്നിരിക്കുമ്പോൾ നമ്മൾ എന്തും വരി പിടിച്ച് കഴിയും. വിൻസേട്ടൻ അതുകൊണ്ട് വിൻസേട്ടൻ ഇരിക്കണമെങ്കിൽ ചോറ് വരണുള്ളൂ. അതിന് മുന്നേ വിൻസേട്ടൻ അപ്പുറത്തൊക്കെ വാരി തിന്നു തുടങ്ങി വിശന്നിട്ട്. കണ്ടില്ലേ, ഇതാണ് കട ഇത്തിരിയുള്ള കുഞ്ഞി കടയാണ്. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ കയറിയതാണ്. ഇപ്പം ഞങ്ങൾ തിരിച്ചു. ഇനിയുണ്ട് കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ നോക്കിയാൽ പോയ ആൾക്കാരേ ഇല്ല. ഞങ്ങളിതേ വരുമ്പോൾ ഇങ്ങനെയാണ് വരണത്. എന്ന് വെച്ചാൽ അത്രയും ടയേർഡായി, അത്രയും വയ്യാണ്ടായി. ടിപ്പ് ടോപ്പിലൊക്കെ പോയ ടീമാണ് ഇത് കണ്ടത്. സിനിമ ആ വെയിലും പിന്നെ ഈ അലഞ്ഞിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാത്രമല്ല കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ ചുറ്റിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ലോങ് ആവുന്നത് വീഡിയോ ലോങ് ആവാണ്ട് വേണം ചെയ്യണമെന്ന് വെച്ചിട്ടാണ്